ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷമാണ്. സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നായിട്ട് നടത്തുന്നതാണ്. അപ്പം അവിടെ സ്കൂളിൽ ആഘോഷം, കുഞ്ഞു കുട്ടികളുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. കരോൾ പരിപാടികളൊക്കെ നടത്തുന്നു, വേഷവിധാനങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അപ്പം 3 വ്യക്തികൾ വന്നിട്ട് പറയുകയാണ്, ശ്രീകൃഷ്ണ ജയന്തിക്കും ഇതുപോലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടത്തുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിവിടെ അനുവദനീയമല്ല എന്നൊക്കെ സ്കൂൾ അധ്യാപകരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് ആ മാന്യ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അത് BJP പ്രവർത്തകരാണെന്ന്. ആ സമയത്ത് പല ആൾക്കാരും അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിക്കുന്നതിനോടൊപ്പം മുൻപ് BJP പ്രവർത്തകനായിരുന്ന സന്ദീപ് വാര്യർ വന്ന് പറഞ്ഞ കാര്യം ഏറ്റവും ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പൊതുവേ BJPയുടെ നയമെന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിനെ ഒന്നിപ്പിച്ച് നിർത്തുക, കൂടെ നിർത്തുക, കേക്ക് ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ഈ പറയുന്ന ക്രൈസ്തവരെ നിന്ദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് BJP നിര എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ ഒരു പാർട്ടിയുടെ അംഗമല്ല. അതുകൊണ്ട് എനിക്ക് പാർട്ടിക്കാരെ തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പറയാനുള്ള കാര്യം എന്തുമായാലും മനസ്സിൽ തോന്നുന്നത് പറയുക തന്നെ ചെയ്യും. അപ്പം അണ്ണന്മാരോട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന BJP പ്രവർത്തകരാവട്ടെ, എന്ത് തന്നെ പ്രവർത്തകരാകട്ടെ, ആ അണ്ണന്മാർ ഹിന്ദു മതം സ്വീകരിച്ച അണ്ണന്മാരാണെന്ന് പറയുന്നു. അപ്പോൾ അണ്ണന്മാരോട് എനിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അണ്ണന്മാർ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട അണ്ണന്മാരാണല്ലോ. അപ്പോൾ ഹിന്ദുമതത്തിലെ അണ്ണന്മാർക്ക് ശ്രീകൃഷ്ണ ജയന്തിയിൽ ഇതുപോലെ ശ്രീകൃഷ്ണൻ്റെ വേഷം അല്ലെങ്കിൽ ഇതൊന്നും അണിഞ്ഞ് ഒന്നും പരിപാടികൾ നടത്തുന്നില്ല എന്നൊക്കെയാണല്ലോ അണ്ണൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ. ക്രിസ്മസ് ആഘോഷിക്കുന്നതാണല്ലോ. അപ്പം ക്രിസ്മസിന് സാധാരണ ഇത്രയും വർഷം 10 ദിവസത്തെ അവധി പ്രഖ്യാപിക്കാറുണ്ട്. ഓണത്തിന് 10 ദിവസത്തെ അവധി പ്രഖ്യാപിക്കാറുണ്ട്. അപ്പം നമുക്കിനി മുതൽ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 10 ദിവസത്തെ അവധി കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങണം. പിന്നെ ഈ പറയുന്ന കണക്ക് അണ്ണന്മാരുടെ 3 അണ്ണന്മാരുടെ അഭിപ്രായ പ്രകാരത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് സ്കൂൾ അധികൃതരോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞിട്ട് 10 ദിവസത്തെ അവധി, പിന്നെ ശിവരാത്രിയോടനുബന്ധിച്ച് 10 ദിവസത്തെ അവധി, പിന്നെ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് 10 ദിവസത്തെ അവധി. അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മുടെ ഈ പറയുന്ന ഓരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള നവോത്ഥാന നായകന്മാരായിട്ടുള്ള അവരുടെ എല്ലാം പിറന്നാളിന്, ചരമദിനത്തിൽ, അങ്ങനെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് 10 ദിവസത്തെ വീത അവധി സ്കൂൾ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 365 ദിവസം ഈ പറയുന്ന അധ്യയന വർഷമുണ്ടല്ലോ, അത് നമുക്ക് 0 ആയിട്ട് വെട്ടിച്ചുരുക്കിയിട്ട് കുട്ടികളെ വീട്ടിലിരുത്താവുന്നതാണ്. അപ്പം നമുക്ക് മതം കൃത്യമായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാം. മതത്തിൻ്റെ വികസനവും പുരോഗതിയും കൃത്യമായിട്ട് നമുക്ക് നേടിക്കൊടുക്കാനും കഴിയുന്നതായിരിക്കും. അതാണല്ലോ പുരോഗമനം എന്നൊക്കെ പറയുന്നത്. ഇതായിരിക്കും 3 അണ്ണന്മാർ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് അല്ലേ. ഇന്നതാ ഒരു വാർത്ത ഇപ്പം കുറച്ച് മുന്നായിട്ട് വന്നിട്ടുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട് NSS ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ കുട്ടിയെ അവരുടെ രക്ഷിതാക്കൾ പോലും അറിയാതെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലേ, അതിൻ്റെ പറഞ്ഞുള്ള സമ്മേളനത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഏത് പാർട്ടിക്കാരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഒരു പാർട്ടിയും പറയുന്നില്ല, കാരണം എല്ലാ പാർട്ടിക്കാരും നല്ല കണക്കിനായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും കൂട്ടിയും കുറച്ചും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം കൊച്ചിൻ്റെ അച്ഛൻ പരാതി കൊടുത്ത സമയത്ത് പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. നാളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാര്യം, കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ 16 വയസ്സുള്ള കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല, സമ്മേളനത്തിൽ പങ്കെടുത്താൽ മതി എന്നൊക്കെ തീരുമാനം എടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചാലും കോളേജുകളെ കേന്ദ്രീകരിച്ചാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പഠിത്തമാണോ അതോ രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പഠനമാണോ, എങ്ങനെ നമുക്ക് ഈ പറയുന്ന സമരം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാം, എന്നിട്ട് എങ്ങനെ നമുക്ക് അടിപിടി ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ജയിലിൽ പോകാം, എങ്ങനെ നമുക്ക് കത്തിക്കുത്ത് നടത്താൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ പറയുന്ന കൊലക്കേസുകളിൽ പ്രതിയാകാൻ പറ്റും, എങ്ങനെ നമുക്ക് അച്ഛനും അമ്മയും ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോകാം. ഇതാണല്ലോ ഇന്നത്തെ പഠിത്തം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, പഠനത്തെക്കുറിച്ച്, പഠന കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്മളെ പൊള്ളിപ്പിക്കുന്ന ഒരു ആയുധത്തെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന അത്രയും വൃത്തികെട്ട ക്രിമികീടങ്ങളായിട്ടുള്ള കുറച്ചധികം ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയത പോലുള്ള കാര്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കൂട്ടരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന കണക്ക് BJPക്കാരെ ചെളിവാരി അല്ലെങ്കിൽ BJPയുടെ ചെളിവാരി എറിയാനുള്ളൊരു സന്തോഷ വാർത്തയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് മറ്റ് പാർട്ടിക്കാർ ഇതിനെ ആഘോഷിക്കുന്നത്.
ആഘോഷിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, എന്നാലും എനിക്ക് തോന്നുന്നൊരു സംശയങ്ങളാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ അറിയാമെങ്കിൽ അത് സഭ്യമായിട്ടുള്ള ഭാഷയിൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തിലായിട്ട് ഞാൻ കണ്ട വാർത്ത എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഗൾഫ് രാജ്യത്ത് പോയിട്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല, ഏത് ഷേഖാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ കണ്ടൊരു വാർത്ത സൗദി അറേബ്യ അറിയാതാണെന്ന് തോന്നുന്നു, അറബി ഭാഷയിലേക്ക് രാമായണം, ഭഗവത്ഗീത അങ്ങനെയൊക്കെ കൊണ്ടല്ലോ നമ്മുടെ പുണ്യപുരാതന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട, അപ്പം അതിൻ്റെ ആ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവർ പങ്കിടുന്നതിൻ്റെ ആയിട്ട് ഒരു ക്ലിപ്പും അങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്തിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ആശ്ചര്യം എന്നല്ല, ഇതൊക്കെ ഇവിടെ നടത്തേണ്ടതാണ്. ഒരു മതവിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വായിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവരങ്ങൾ, അറിവുകൾ, എന്തായിരുന്നു മതം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വൃത്തികെട്ട രീതിക്കല്ല, നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനൊക്കെ മുന്നിട്ട് പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ മുന്നിൽ നമ്മൾ കാണുകയാണ്. ഇന്നിപ്പോൾ കണ്ടു, ഡൽഹിയിൽ ബിഷപ്പുമാർ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹമായിട്ട് ഒന്നിച്ച് ചേർന്നുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പം ഈ പറയുന്ന BJP എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വ നിരയിലെ മുന്നിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പറയപ്പെടുന്നത് അങ്ങനെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ആ കേന്ദ്ര നേതൃത്വത്തിൽ പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ അറിവോടുകൂടി തന്നെ ക്രൈസ്തവ മതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം തോന്നിയത്. കാരണം പൊട്ടന്മാരല്ലല്ലോ ഇവരൊക്കെ, കൃത്യമായിട്ട് അവർക്കറിയാം ഇവിടെ ഭരണം നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ പ്രീതി അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് പിടിച്ചു വാങ്ങേണ്ടതാണെന്ന് എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് തന്നെയാണല്ലോ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെ പലരും ഈ പറയുന്ന ആയുധങ്ങളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ആയുധം മീൻസ് അവരുടെ ഉപകരണങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഭയങ്കര സ്നേഹം കാണിച്ച് കൂടെ കൂട്ടുക എന്നൊരു സംഭവമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏകദേശം അത്യാവശ്യം വാർത്തകളുടെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് BJP എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിൽ ഇപ്പം ഈ ഇവിടുത്തെ സീറ്റ് നേടിയതിൻ്റെ, പാർലമെൻറ്റിൽ സീറ്റ് നേടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരിൽ നിന്ന് നേടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും മുനമ്പം പോലുള്ള ഇഷ്യൂസ് വന്ന സമയത്ത് അതിലേക്ക് സുരേഷ് ഗോപി വന്ന് പങ്കെടുത്ത് അല്ലെങ്കിൽ അതിൽ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്ന കണ്ട സമയത്ത് മറ്റ് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചലനങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് ഏതൊരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഉറപ്പായിട്ട് സപ്പോർട്ട് കിട്ടുമ്പം അത് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്. അവർക്ക് എപ്പോഴും അവരുടെ രാഷ്ട്രീയം പിടിച്ചു നിർത്തുക, അധികാരം പിടിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ട അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിന് കൃത്യമായിട്ട് പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യത്തെ ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബുദ്ധിപരമായിട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ മന്ദബുദ്ധികളായിരിക്കണം ഉറപ്പായിട്ടും. കാരണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് BJP പ്രവർത്തകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനോട് ചെയ്ത് ക്രൈസ്തവ സമൂഹത്തിനോ BJPക്ക് മേലുണ്ടായിരിക്കുന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും സ്വാഭാവികമായിട്ടും ഇവിടെ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏത് കോമൺ സെൻസ് ഉള്ള വ്യക്തിക്ക് മനസ്സിലാവുന്നൊരു കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ അറിവോടുകൂടി അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുമോ? അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്ന ആ കാര്യത്തിൽ ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, അതല്ലെങ്കിൽ ഇത് മൊത്തത്തിലൊരു നാടകമായിരിക്കാം. എനിക്കിത് ഫുള്ള് കേൾക്കുന്ന സമയത്ത് എല്ലാം ഉടായിപ്പാണെന്ന് തോന്നുന്നത്. എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആൾക്കാരെ കാണുന്ന സമയത്ത് അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട്. നാടിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുട്ടികളിൽ പോലും മതത്തിൻ്റെ വിത്ത് മുളപ്പിച്ച് അത് വല്ലാത്തൊരു ഭ്രാന്താക്കി തീർക്കാൻ ശ്രമിക്കുന്ന കൃത്യമായിട്ടുള്ള കൃമികീടങ്ങൾ നമ്മുടെ ഓരോ സമൂഹത്തിലും നാട്ടിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ വിഷജന്തുക്കളെ എപ്പോഴാണോ ചെവിയിൽ തൂക്കി നമുക്ക് എടുത്ത് വെളിയിലേക്ക് എറിയാൻ, നമ്മൾ ഫുട്ബോൾ തട്ടില്ലേ അതുപോലെ കാലിട്ട് അടിച്ച് തട്ടാൻ കഴിയുന്നത്, അന്ന് മാത്രമേ നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും മുക്തി ഉണ്ടാവുള്ളൂ.